മോൻ നേരത്തെ ഐസ്ക്രീം തിന്നില്ലയോ? 10 രൂപയോ? പോണ വഴിക്ക് അള്ളുണ്ട എള്ളുണ്ട വാങ്ങിച്ചു തന്നു. മുറിവുണങ്ങാൻ എള്ളു ശർക്കര നല്ലതാ. പോ. സുഖമില്ലാത്ത അവൻ എങ്ങനെ നടക്കാനാ? മോനെ അങ്ങോട്ട് ഇറങ്ങി വെക്ക്, ഞങ്ങളുടെ ഓട്ടോ പിടിച്ചിട്ട് വരാം. അതെ. അതിന് ഞാൻ എങ്ങോട്ട് പോവാനാ? ഇനി ഞാൻ നിങ്ങളുടെ കൂടെ കൂടാൻ പോവല്ലേ? എടാ മോനെ, ഇത്ര ചെറുപ്പത്തില് ഇത്ര വലിയ തമാശ പറയല്ലേ. കൂമ്പോടിപ്പോ. ഞാൻ തമാശയല്ല, കാര്യമാ പറഞ്ഞേ. എന്തോ നിന്റെ ഭാവം? അങ്ങനെ മര്യാദയ്ക്ക് ഇറങ്ങണം. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ചെറുക്കൻ നിന്റെ ആശുപത്രി ആലോചിച്ച് ഈ ചെറുക്കൻ അള്ളു മാതിരി അള്ളി പിടിച്ചിരിക്കാനുള്ള ഊരിക്കളയാൻ എന്താണ് ഒരു മാർഗം? ഐഡിയ. നമുക്ക് 4 പേർക്ക് ഒരു പോലീസ് കേസ് ഉണ്ടാക്കി ജയിലിൽ പോയാലോ? അപ്പൊ ചെറുക്കൻ പുറത്ത്, നമ്മൾ 4 പേര് അകത്ത്. നമുക്കൊരു കേസ് ഉണ്ടാക്കണമല്ല. കേസ് നിന്നെ ഇങ്ങനെ തല്ലി കൊല്ലാടാ കഴുത. ഒരു ഉഗ്രൻ ഐഡിയ. നമുക്കൊരു ശക്കീലപ്പുറത്തിന് പോയാലോ? ഇതാണ് അതെ. തിയേറ്ററിൽ ചെല്ലുമ്പോൾ പ്രായപൂർത്തിയാകാത്ത ചെറുക്കനെ തിയേറ്ററുകാർ പുറത്തെടുത്തുന്നു, നമ്മൾ രക്ഷപ്പെടുന്നു. ഇത്രയും വൃത്തികെട്ട ഒരു ഐഡിയ ഞാൻ എന്റെ ലൈഫിൽ കേട്ടിട്ടില്ല. ഒരു ഐഡിയ എന്നിട്ട് വേണം എന്നെ കളിയാക്കാൻ. അയ്യോ ഈ ചെക്കനെ പുറത്ത് കളയാൻ എന്താണ് ഒരു വഴി? വഴി ഞാൻ പറഞ്ഞുതരാം. അയ്യോ ഒന്ന് വേഗം പറയോ. മണ്ടൂസുകളായ നിങ്ങളോട് കഴിഞ്ഞാൽ എന്റെ ജീവിതം പാഴാവും. അതുകൊണ്ട് ഞാൻ തന്നെ പോയേക്കാം എന്ന് ഞാൻ പറയുന്ന കരുതണ്ട ബ്രദർ. അല്ല, ബുദ്ധിയില്ലാത്തവരെ ഞങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിയുള്ള ഒരുത്തരെങ്കിലും വേണമല്ലോ. യു ആർ അപ്പോയിന്റഡ്. ഞങ്ങളുടെ ജോലി എന്താണെന്ന് അറിയോ? അറിയാലോ. വെരി ഗുഡ്. ഐസ്ക്രീം അല്ല, ചാണകം ഉണ്ടാ. ഇതെന്താണെന്നറിയാം? ആ, എന്റെ കാലിക്കുത്തിയ സൂത്രം. ഈ അള്ളുണ്ടാ റോഡിന്റെ ഒത്ത മധ്യത്തിൽ വെക്കാം. വല്ല വണ്ടിയും വന്ന് കേറുമ്പോ ഞങ്ങൾ ആ വളവനുണ്ടാവും, വിവരം അറിയിക്കണം. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? മുങ്ങാം. ഡോർമെട്രി പോകാം. ഓക്കേ. ഈ പാതിരാത്രിയിൽ എന്നെ പറഞ്ഞു വിടരുത് ചേട്ടാ. രാജന്റെ കണ്ണിൽ തീ പാറി. വഞ്ചകേ, നീ പോയില്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും. എന്റെ കഥാപാത്രത്തെ ചവിട്ടി പുറത്താക്കാൻ എനിക്കറിയാം. നിന്നെ ചവിട്ടി പുറത്താക്കുന്ന കാര്യമാ പറഞ്ഞേ. മനുഷ്യൻ ഉറങ്ങണം. ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കണേ. നോവലിസ്റ്റ്. നിനക്ക് പകലിരുന്ന് എഴുതിക്കൂടെ? പകൽ ആമ്പിള്ളേരുടെ നോവല് കുത്തിയിരുന്ന് വായിച്ചിട്ട് വേണ്ടേ അവന് രാത്രിയിൽ ഉണ്ടാക്കാൻ? എഴുതി കൂട്ടിക്കോട്ടേട്ടാ. ഞാൻ ഇതെല്ലാം കൂടി തൂക്കി വിറ്റേ ഒരു ഷഡ്ഡി മേടിക്കാം. തൂക്കാമെന്നാ നിന്റെ അന്ത്യം മരണമായിരിക്കും. കീടനാശിനി എത്തിയെന്ന് തോന്നുന്നു. പോയി തുറന്നുകൂടെ. ഒന്ന് പോയി തുറക്കടാ. ഞാൻ ഉറങ്ങിയിട്ട് 1.5 മണിക്കൂറായി. കേശവേട്ട ഒന്ന് തുറക്ക. കേശവേട്ടാ, വാതിൽ എവിടെ കൊണ്ടുപോവാ? തുറന്നു തരാം. ഒരു വാതിലടഞ്ഞാൽ മറ്റൊരു വാതിൽ തുറക്കും. ഒന്നും മിണ്ടായിരിക്കടോ. എടോ തമ്പയം തുറന്നു കൊടുക്ക്. പിന്നെ എനിക്ക് വരെ പണിയുണ്ട്. ഉറക്കം വരാത്തത് എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയല്ലേ? ഇത് ഞാനല്ല. പക്ഷേ ഇത് ഞാൻ തന്നെയാണ്. ഇവൻ പോയില്ലേ? ചാണകം ഉണ്ടാ ഉണ്ടേം ചെണ്ടയൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്നെ പറ്റിച്ചിട്ട് മുങ്ങാന്ന് കരുതിയല്ലേ? എങ്ങോട്ടായി പോക്ക്? ഇനി മുതൽ ഞാനിവിടെ ഉണ്ടാവും. ഈശോയെ, ഒരു കണക്കിനെ ഒഴിവാക്കിയത്. ഇനി മരണത്തെ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ എന്നെ പറഞ്ഞു വിടാനുള്ള പരിപാടി ആലോചിക്കുകയാണല്ലേ? ഏതായി പയ്യൻ? എന്റെ അച്ഛന്റെ അനിയൻ. ഓ, എപ്പ എത്തി? എത്തിയതല്ല, വലിഞ്ഞു കേറിയതാ. അള്ളിന് നാളെ വെക്കാത്ത കോപ്പേ. ഏതായി കുട്ടി? പഞ്ചർ ബ്രദേഴ്സിന്റെ തിരക്കിട്ട വർക്കിനിടയ്ക്ക് ഇവന്റെ കാലിൽ ഒരു മുള്ളു കയറി. മുള്ളല്ല, അള്ള. അതെ, അള്ള്. അപ്പൊ തന്നെ ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് പറഞ്ഞു വിട്ടതാ ഇവനെ. ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കാതെ വേഗം സ്ഥലം വിടാൻ നോക്ക്. എങ്ങോട്ട്? നിന്റെ വീട്ടിലോട്ട്. എനിക്ക് വീടില്ല. ആ, വീട്ടിലെ പോയി ലോണിന് അപേക്ഷിക്കും. അല്ല, ഈ 12 വയസ്സായ കുട്ടിക്ക് വീട് വെക്കാൻ ലോൺ കൊടുക്കുവാ സാറേ? അയ്യോ. അപ്പൂപ്പ, ഈ രാത്രി ഞാൻ എവിടെ പോവാനാ? കൊച്ചു കുഞ്ഞല്ലേ, ഇന്നത്തേക്ക് ഇവിടെ കിടക്കട്ടെ. നാളെ കാലത്ത് പറഞ്ഞു. താങ്ക് യു അപ്പൂപ്പ. അതെന്റെ കിടക്കാണ്. എടാ കുട്ടിപ്പീശാചേ, നീ താഴെ ഇറങ്ങി കിടക്ക്. നിലത്ത് കിടന്നാലേ എനിക്ക് തണുക്കും. അയ്യോ. പിന്നെ ഉറക്കത്തിൽ ചിലപ്പോ ഞാൻ മൂത്രം ഒഴിക്കും. അതെ, ആ ചെറുക്കൻ മൂത്രം ഒഴിക്കുള്ളു. ഞാനുണ്ടല്ല. മോളെ ഉമേ,
ദാ, സത്രത്തിലേക്കുള്ള ചായ. ഞാൻ കൊണ്ട് കൊടുക്കാം. വേണ്ട, നീ പോകണ്ട. ആ മോളെ, ആ പറ്റുകാശിന് തന്നേക്കാൻ പറയും. ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, നാണമില്ലാത്തമാരാ. ഞാൻ വേണമെങ്കിൽ പോയി ഇടിച്ചു വാങ്ങിക്കാം. നിന്നെ കൊണ്ട് ഇടിക്കാനല്ലല്ലോ, കഴിക്കാനല്ലേ പറ്റൂ. കൂടി. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല, ഇന്ന് പോള് നേരത്തെയാണല്ലോ. എല്ലാവരും ഒന്നിച്ച് കിട്ടണമെങ്കിൽ നേരത്തെ വരണം. ഇവിടെ കൃത്യമായി കാശ് തരുന്ന ഒരേ ഒരാൾ അങ്കിള് മാത്രമേ ഉള്ളൂ. ഹലോ, എന്നും ചായ കുടിക്കുന്നുണ്ടല്ലോ, കാശൊന്നും ഇല്ലേ? ജോലി കിട്ടുമ്പോ തരാം. അപ്പൊ പിന്നെ ഈ ജന്മത്തിൽ പ്രതീക്ഷിക്കണ്ട. എടോ കീടം, മാഡം, പറ്റൊരുപാടായേ. ഇവിടെ വിഷം മേടിക്കാൻ പോലും കാച്ചില്ല മക്കളെ. പഞ്ചാര അല്പം കൂടുതലാണ്. എന്താണ് ഇവിടെ രണ്ടുപേരും കൂടി പരിപാടി? നീ എന്റെ മണ്ടക്ക് കീടടിച്ചാണ്ടല്ലോ. എല്ലാവരും കേൾക്കാൻ വേണ്ടി വായിക്കുകയാണേ. എന്തുകൊണ്ട് 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 26 പഞ്ച് ബ്രദേഴ്സ് 306. മനുഷ്യനെ കിടത്തി ഉറക്കത്തില്ലല്ലോ. അവിടെ ഒരു മുടിഞ്ഞ ചായപ്പറ്റ്. അല്പമെങ്കിലും അന്തസ്സുണ്ടെങ്കിൽ പറ്റിങ്ങി താ. തരാനുള്ള കാശ് പിന്നെ തരാം. ഇപ്പോഴത്തെ ചായയുടെ കാശ് പറ്റിലെഴുതിക്കും. ചേച്ചി, എനിക്കൊരു ചായ. ദേ, ഇതാരാ? ചേട്ടന്റെ മോനാ? പെണ്ണും പെടക്കോഴിയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട്. കേട്ടോടാ, നീ കാരണം ഈ പെങ്കൊച്ചിന്റെ മുമ്പിൽ എന്റെ ഇമേജ് കംപ്ലീറ്റ് പോയില്ലേ? ഇനി ഒരു നിമിഷം കൂടെ കണ്ട ഒരു പിശാച് ഒന്ന് പോയി താ കൊച്ചെ. വേഗം പൊക്കോളാം നീ. കൊച്ചേ, കയ്യിലെ കാശ് വായിലെ ദോശ. അതുകൊണ്ട് ആർക്കും കടം കൊടുക്കരുത്. എന്താ നിന്റെ ഉദ്ദേശം? പച്ച പാതിരയല്ലേ, കൊച്ചു കുട്ടിയല്ലേ എന്ന് കരുതിയാണ് ഇന്നലെ ഇവിടെ കയറ്റിക്കെടുത്തിയത്. ഇനി ഇവിടെ തന്നെ കൂടാൻ നോക്കണ്ട. എന്തിനാ ഞങ്ങൾക്കൊരു ഭാരമായി മാറുന്നത്? നിന്റെ ഊരും പേരും പറ, ഞാൻ അവിടെ കൊണ്ടാക്കാം. എടാ, നിന്നോടാ ചോദിച്ചേ? ഞാൻ അനാഥന. അന്ന് നിന്നോടൊപ്പം കണ്ട ഹിടുമ്പനി ഹിടുമ്പി അവരെന്റെ ആരുമല്ല. പോകാൻ വേറെ ഇടയില്ലഞ്ഞിട്ടാ ഞാൻ അവരുടെ കൂടെ കൂടി. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. അനാഥനാണെന്ന് നീ പറഞ്ഞ സത്യമാണോ? ആരും ഇല്ലാത്തവർക്ക് എല്ലാവരും ഉണ്ടാവുന്ന ഒരു കാലം വരും മോനെ. അച്ഛൻ, അമ്മ, ജ്യേഷ്ഠൻ, അനിയൻ, അനിയത്തി, അങ്ങനെ എല്ലാവരും. മോനൊരിടത്തും പോണ്ട. അതെ, ആ പയ്യന് ഇവിടുന്ന് പറഞ്ഞുവിടാൻ വേറൊരു പണിയുണ്ട്. എന്താടാ? രാത്രി ഉറങ്ങുന്നതിന് മുൻപ് പുഴുങ്ങിയ താറാമുട്ടയും ചാളയും കൂടെ വായിലിട്ട് ചവച്ചിറച്ച് നനഞ്ഞ തുണി കൊണ്ട് വായ മൂടി കെട്ടിക്കിടന്ന് ഉറങ്ങുക. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വായിൽ കെട്ടഴിച്ച് മാറ്റി പയ്യനെ വിളിച്ചു വരുത്തി മോനെ എന്ന് വിളിച്ചാൽ മതി, അവന് ജില്ല വിട്ട് ഓടിക്കോളും. അതിന് മുട്ടയും ചാളെ വേസ്റ്റ് ആക്കണമെന്നില്ല. പിന്നെ നീ ആ പയ്യനെ വെറുതെ അടുത്ത് വിളിച്ചിരുത്തി മോനെ എന്ന് വിളിച്ചാ മതി. പിന്നെ ആ പയ്യൻ തട്ടിപ്പോണ്ട് നോക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആശാനെ, ഇവനെ പറഞ്ഞു വിടലില്ലേ? ഇവനെ പറഞ്ഞു വിടുന്നില്ല. ആശാനെ, മിണ്ടരുത്. അല്ല, അത് ഇന്ന് മുതൽ ഇവൻ നമ്മളിൽ ഒരു അംഗമാണ്. ഞാൻ ഒന്നും കാണാതെ ഒരു കാര്യം തീരുമാനിക്കില്ല എന്ന് അറിയാലോ. ആശാനെ, എങ്കിലും പങ്കിലും ഒന്നുമില്ല. ആർക്കെങ്കിലും വിരോധം ഉണ്ടെ കൈവക്കാം. എന്താ ഇന്നത്തെ ചായ കലക്കി. ഇത് പറയാനാണോ ഓടി വന്നത്? ഇന്നത്തെ പെർഫോമൻസും കലക്കി. പെണ്ണുങ്ങളായാൽ ഇങ്ങനെ വേണം. എങ്ങനെ? അല്ല, ഇങ്ങനെ. ഓ, വളരെ നന്ദി. താങ്ക്സ്. പറ്റി തീർക്കാതെ നിങ്ങളെ പറ്റിക്കുന്നവരോട് ഇങ്ങനെ തന്നെ പറയണം. എല്ലാം ദരിദ്രവാസികളാ. അപ്പൊ ഈ പറയുന്ന ആളോ? അത് പിന്നെ നാളെ തരാം. അതെ, ആദ്യം സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ. ചൂടാകുമ്പോ ഉമയെ കാണാൻ നല്ല ഭംഗിയാ. ആണോ? ഉമ എന്താ എന്നും ചായ എന്നിട്ട് പെട്ടെന്ന് പോരുന്നത്? അയ്യോ, നാളെ മുതൽ ചായ തന്നിട്ട് ഞാൻ പിറ്റേന്ന് പോന്നോളാം. മതിയോ? ഉമയുടെ ഹ്യൂമർ സെൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഉമ, എനിക്ക്
തന്നോടൊരു കാര്യം പറയണ്ട്. എന്താ? അല്ല, നമ്മൾ തമ്മിൽ ഇങ്ങനെ കാണുന്ന കാര്യം മറ്റ് പ്രദേശത്ത് അറിയണ്ട. അറിഞ്ഞാല് എനിക്ക് തള്ളു വയ്ക്കും. മോളെ ഇവ കള്ളനാ, പറയുന്നത് വിശ്വസിക്കല്ലേ. അല്ല പൊന്നെ പറയട്ടോ, കുളം കലക്കി പരത്തിനെടുത്തപ്പോ തൃപ്തിയല്ലേ? ദേ CC അറിഞ്ഞ് തീരാറായെന്നൊന്നും ഞാൻ വിചാരിക്കില്ലട്ടോ. എടാ, രാവിലെ ഒരു ഗ്ലാസ് ചായ തരുന്ന കൊച്ച, നീ ആയിട്ട് ഇല്ലാതാക്കരുത്. നിങ്ങളെ കേശവൻ പിള്ളയല്ല, ശവം പിള്ളയാണ്. വെറുതെ അല്ല മക്കൾ ഇവിടെ കൊണ്ടു പണ്ടാറടങ്ങിട്ട് പോയത്, കയ്യിലിരിപ്പിതല്ലേ. മോനെ, നിനക്കൊരു ഭാവി ഉള്ളതാ, ഇയാളുടെ കൂടെ നടന്നാ നശിപ്പിക്കരുത്. ശവം പിള്ള റോജുവനെ, ഇവനെങ്ങനെ വിട്ടാ പറ്റൂല, ഇവനിട്ടൊരു പണി കൊടുക്കണം. ഇത്രയും വേണോ അപ്പൂപ്പ? വേണം. അവൻ നമ്മളോട് പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോ ഇത്രയെങ്കിലും ചെയ്യണം. രാവിലെ കൊടുത്താ മതി. ഇത് വായിച്ച് അവരത് ശരിക്ക് കുളിച്ച് കോരട്ടെ. 5 കിലോ അരി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പറഞ്ഞാ പോലും ദേ ഇത്രയും തിരക്ക് കാണൂല. അതിന് നിന്നോട് ആരും റേഷൻ കടയിൽ പോവാൻ പറഞ്ഞില്ല. റേഷൻ കടയിലല്ല, മദ്യഷാപ്പിൽ തന്നെ പോയത്. അത് എന്നേ നിർത്തി. ഇപ്പൊ ബിവറേജ് കോർപ്പറേഷൻ. ആ കോർപ്പറേഷനിൽ തന്നെയോ പോയത്. ക്യൂ കണ്ടാ തോന്നും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ മനുഷ്യ ചങ്ങല പിടിച്ചാണെന്ന്. ഛെ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. അതെ അതെ, ഈ മദ്യം കണ്ടുപിടിച്ചത് ആരാണാവോ? മദ്യം കണ്ടുപിടിച്ചത് മധ്യപ്രദേശിലെ മദ്യപാനിയായ ഒരു മധ്യവയസ്കൻ ഡോക്ടർ മദ്യപാനി. ആഹാ, സ്മോള്, ലാർജ്, പെഗ്, പൈന്റ്, ഫുള്ള്, വാള്. ഇതെല്ലാം അടിക്കാനുള്ള സെറ്റപ്പാണോ? അല്ലടാ, അയാളുടെ ഡിഗ്രിയാണ്. ഓ, നോക്കിയിരിക്കാൻ അടിച്ച് കൂമ്പുപോട്ടാ നോക്ക്. പൈസ കൊടുക്കുന്നില്ലെങ്കിലും ഈ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ചവിട്ടി പുറത്താക്കത്തത് നമ്മുടെ ഭാഗ്യം. രാവിലെ എല്ലാവരും ചായ മോന്തണല്ലേ, അതിന്റെ കാശ് കൊടുത്തില്ലെങ്കിൽ നാളെ മുതൽ അതും കെട്ട്. പിന്നെ ഒരു ചായക്കട. എടാ, ഈ തക്കിട പരിപാടിയൊക്കെ നിർത്തിയിട്ട് വേറെ വല്ല പണിയും ചെയ്താലോ? എന്തു പണി? മോഷണം. എന്നിട്ട് വേണം കള്ളൻ എന്ന ചീത്ത പേര് കേൾക്കാൻ. ഇപ്പൊ തന്നെ അഡ്രസ് ഇല്ലാത്തവനാ ഞാൻ, അനാഥൻ. ആവാരാഹും ആവാരാഹും. നിർത്തണം. ശരിയാ, മേവാരാഹും. ഞാൻ അനാഥനാ. ഹെ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിന്നോട്, ആശ കേക്ക് ആവാരാഹും പാടുന്നത് കണ്ടില്ലടാ, ആശ കരയുന്നത് കണ്ടില്ലടാ. ഞാൻ വെറുതെ പാടിയതാ. ദൈവമേ, അപ്പൊ കാശേന്ന് ബുക്ക് ചെയ്ത് പാടിയിരുന്നെങ്കിലാ. എടാ, നിങ്ങൾക്കറിയോ, ഈ തെരുവിൽ ഒറ്റയ്ക്ക് വളർന്ന് എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ അനാഥനായത്. ആശാന് ഞാനില്ലേ? നീ മാത്രമല്ല, ആശാന് ഞാനും ഇല്ലേ. നിങ്ങൾ മാത്രമല്ല, ഞാനും ഇല്ലേ. ഇങ്ങനെ കരയരുത് ആശാന്. ആശാൻ എന്റെ ദൈവമാണ്. ഞങ്ങളുടെയും എന്റെ എന്ത് ചോദിക്കാനും പറയാനും ഞങ്ങളില്ലേ. ആശാൻ എന്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കി. പാവം പെരറിഞ്ഞിരിക്കണ എന്റെ അച്ഛൻ എന്നെ ഗൾഫിൽ അയക്കാൻ പറ്റുന്ന കാശ് കള്ളനടിച്ചോട്ട് പോയി. എന്നിട്ടും ആ കളം വീട്ടാൻ വേണ്ടി ഇന്നും ആശാന്റെ പുറകെ ഈ ചാളയെക്കൊണ്ട ചുമ ഞാൻ നടക്കണില്ലേ. നടക്കണ്ട നടക്കണ്ട, അവിടെ നിന്ന് ഈ മുടിഞ്ഞ കുടിയാണ് എല്ലാത്തിനും കാരണം. നാളെ ഞാൻ കുടി നിർത്തും. ആശാനെ, നാളെ അവധിയാണ്, സൺഡേ. എന്നാ മറ്റന്നാ നിർത്താം. എന്താടാ, എന്ത് പറ്റി? ആശാനെ, ആശാന്റെ കാര്യം ഓർത്തിട്ട് അവന്റെ സങ്കടം ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ടല്ല, പിന്നെ ഈ കുപ്പിയിലെ സാധനം തീർന്നു പോയി. അതാണ്. എന്നാ ഞാൻ ഇനിയും പോയിട്ട് വരാം. വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ ആവശ്യമില്ലായി. എനിക്കൊരു പക്കടിക്കണമെങ്കിൽ ഒരു ഫൈന് കൂടെ ബ്രദേഴ്സ്, വെള്ളം അടിച്ചാ കുഴഞ്ഞു വിടരുത്. ഇങ്ങനെ മസിൽ പിടിച്ച് കല്ല് പോലെ നിൽക്കണം. ശേഷം 34 ഇവിടെ 34. ആ, എന്തായി? ഉമ്മച്ചേച്ചി ഒരു സാധനം തന്നെ വിട്ടിട്ടുണ്ട്. ഉമ്മച്ചേച്ചി എന്ത് സാധനം? അവിടെ ഒരെടുത്താ. കർത്താവേ, എന്റെടാ? ആ, നടക്കട്ടെ, നടക്കട്ടെ. മൊട്ടേന്ന് പിടിച്ചില്ല അവന് മുമ്പ് അവൻ. കർത്താവേ, എന്റെ ജീവന്റെ ജീവനായ ജാക്കി ചാൻ. ഓടാ മരപ്പെട്ടി തെണ്ടി കീടം. അയ്യോ, ഞാൻ ഇരിക്കുന്നിടത്തോണ്ട് കാലൊക്കെ തന്റെ താരോട് പറഞ്ഞു. ഒരു ലെറ്റർ വായിക്കാനുള്ള സ്വാതന്ത്ര്യം ഗാന്ധിജി നേടിത്തന്നില്ല കർത്താവേ. എന്റെ ജീവന്റെ ജീവനായ ജാക്കി ചാൻ. ജാക്കി ചാൻ. ഞാൻ അവിടെ വരുമ്പോ അടുപ്പം കാണിക്കാത്തോണ്ട് എന്നോട് പിണക്കമാണോ? നമ്മൾ കൂടുതൽ സംസാരിക്കും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്താൽ എല്ലാവർക്കും സംശയം തോന്നും. അതുകൊണ്ട് സ്നേഹം തൽക്കാലം മനസ്സിൽ മാത്രം മതി. മതി മതി. ജാക്കി ചായൻ സുന്ദരനാണ് കേട്ടോ. ജാക്കി ചായന്റെ അത്രയും സൗന്ദര്യം എനിക്കില്ലെന്നറിയാം.
പക്ഷേ എന്റെ കൂട്ടുകാരി സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ കുറെ മരുന്നുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വാങ്ങാൻ എന്റെ കയ്യിൽ കാശില്ല. ജാക്കിച്ചായൻ വാങ്ങിത്തരുമെന്ന വിശ്വാസത്തോടെ ലിസ്റ്റ് ഞാൻ എഴുതുന്നു. മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ 5 കിലോ ഉഴുന്നുപരിപ്പ്, മേനി അഴക് വർദ്ധിപ്പിക്കാൻ 2 കിലോ കടല, തലമുടി വളരാൻ 1 ടിൻ ശുദ്ധമായ വെളിച്ചെണ്ണ, കൺതടത്തിലെ കറുപ്പ് മാറ്റാൻ 1 കിലോ ഉരുളക്കിഴങ്ങ്. അവിടെ കറുപ്പില്ലല്ലോ. കൈമുട്ടിലെ കറുപ്പ് മാറ്റാൻ പൊറോട്ട മാവ് തന്നെ വേണം. കള്ളി, അപ്പൊ ടോട്ടൽ ബ്ലാക്ക് ആണല്ലേ? ആ പിന്നൊരു കാര്യം മറന്നു. അടുത്ത ആഴ്ച എന്റെ പിറന്നാളാണ്. എനിക്ക് 1 പവന്റെ മാല വാങ്ങിത്തരും എന്ന വിശ്വാസത്തോടെ ജാക്കിച്ചായന്റെ സ്വന്തം ഉമ. ഇതിനെല്ലാത്തിനും കൂടി ഒരു 5000 രൂപയെങ്കിലും വേണ്ടി വരും. എന്റെ കർത്താവേ, പ്രേമത്തിനൊക്കെ ഇപ്പൊ ഇത്ര വിലയുണ്ടോ? മണ്ടരിക്കുന്നത് ഏതടിക്കാനാണ്? സുന്ദര, എടാ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. കീടമെന്ന് വിളിക്കണോ? പേര് വിളിച്ചപ്പോഴേ മനസ്സിലായി ഉപകാരത്തിനാണെന്ന്. നേരത്തെ കയ്യെടുത്തിട്ട് കാര്യം പറയടാ. എനിക്കൊരു 5000 തരും. 5000 രൂപ എന്തിന്? അത് എനിക്ക് ഭയങ്കര വയറുവേദന. ഡോക്ടറെ കാണണം, മരുന്ന് മേടിക്കണം, ഇഞ്ചക്ഷൻ ചെയ്യണം, സ്കാൻ ചെയ്യണം. 5000 രൂപ മതിയാ? പോരാ എന്നാലും. തൽക്കാലം എന്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ താങ്ക്സ്. എന്നും പറഞ്ഞ് ഞാൻ നിനക്ക് തന്ന ഈ കീടനാശിനി എടുത്ത് ഞാൻ ചാകേണ്ടി വരും. പോടാ. അപ്പൊ നീ എനിക്ക് തരൂലേ? തരികേല. ഉറപ്പാണ്? ഉറപ്പ്. പോടാ പട്ടി, ഏ? പോടാ പട്ടീന്ന്. ഏ എടാ സൈഫു, നിന്റെ അടുത്ത് കാശൊന്നുമില്ലെന്ന് എനിക്കറിയാം. കാശിലി തരാമെന്നാണോ? അതല്ല, നിന്റെ ഈ മാല ഒരാഴ്ചത്തേക്ക് എനിക്കൊന്ന് മറിക്കാൻ തരാമോ? ആഹാ, എടാ ഇങ്ങനെയൊക്കെയല്ലേ കൂട്ടുകാരെ സഹായിക്കാൻ പറ്റുള്ളൂ. എന്നാ വെച്ചോ. താങ്ക്സ് എടാ. ഇത് പണയം വെച്ച 5000 രൂപ കിട്ടോ? അതെനിക്കറിയില്ല, ഞാൻ 15 രൂപയ്ക്ക് വാങ്ങിച്ചതാ. 15000 രൂപയ്ക്കാ? വെറും 15 രൂപയ്ക്ക്. ദിസ് ഈസ് റോൾഡ് ഗോൾഡ്. ദരിദ്രവാസി, പണയം വെക്കാൻ ഒരു മാല പോലും ഇല്ലാത്ത തെണ്ടി. നീയൊക്കെ എന്തിനാണ് ഇവിടെ വസിക്കുന്നത്? നിനക്കൊന്നും ഒരു കാലത്ത് ജോലി ശരിയാവില്ലടാ. ഇങ്ങോട്ടിരിക്കേ. എന്താ കാര്യം? ആശാനെ, ആ. എനിക്കൊരു 5000 രൂപ വേണം. എന്തിന്? അമ്മ അമേരിക്കക്ക് പോണോ? അല്ല, അമ്മക്ക് സുഖമില്ല. എത്ര വയസ്സായി? അമ്മക്ക് 40, 45, ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യും. 50. അമ്മക്ക് സുഖമില്ല, 5000 രൂപ വേണം. ഓഹോ ബ്രദർ, ഇതുപോലുള്ള അത്യാവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പരസ്പരം കൊടുത്തും വാങ്ങിയുമാണ് ഇതുവരെ ജീവിച്ചിട്ടുള്ളത്. ആശാനെ ഞാൻ കൊടുക്കാം ആശാനെ. അല്ലെങ്കിൽ വേണ്ട ആശാനെ, ഞാൻ ഏയ് കൊടുക്കാം. വേണ്ട വേണ്ട, ഞാൻ കൊടുക്കാം. 5000 രൂപ. പെറ്റമ്മയുടെ പേര് കള്ളം പറഞ്ഞ് കാശ് പിരിക്കാൻ നടക്കുന്നതാ തെണ്ടി. കാശില്ലെങ്കിൽ അത് പറഞ്ഞ പോരെ. എന്തിനാ തല്ലിയത്? നോക്കിക്കോ, നിങ്ങളുടെ ഒന്ന് സഹായം ഇല്ലാണ്ട് ഞാൻ കാശുണ്ടാക്കും. എങ്ങനെ? അന്തസ്സായിട്ട് തെണ്ടും. അവൻ പറഞ്ഞത് കേട്ടോടാ, അവൻ നമ്മളെ പോലെ ജീവിക്കുമെന്ന്. അതിനിത്തിരി പുളിക്കും. ബ്രദേഴ്സ്, Yes. റിലാക്സ്. 3, 4, 5. ഇങ്ങോട്ട് മാറിയില്ലെങ്കിൽ എങ്ങോട്ടാണേ? എവിടെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങി അപ്പ കിളവൻ പുറകെന്ന് വിളിക്കും. വെറുതെ അല്ലേ ഇയാൾ ഗതി പിടിക്കാത്തത്? ഇതുപോലെ തന്നെ തിരിച്ചു പോരണേ. അപ്പന്റെ കത്തേറ്റു. വാ 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 വാ. ശമ്പളം മേടിക്കാൻ നിനക്കൊക്കെ എന്നാ ഉത്സാഹമാ? എന്നാ ജോലിയുടെ? എടാ ഉത്തരവാദിത്തം വേണടാ. ആ വെളിച്ചെടുത്ത് മാറ്റി വെച്ചേ. ചേട്ടോയ്, ചേട്ടാ, എന്താ ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? തന്റെ കണ്ണിലെന്താ മത്തം വല്ലതും മുളച്ചിട്ടോ? അല്ല, എനിക്ക് ഒരുപാട് സാധനങ്ങൾ വേണമായിരുന്നു, അതുകൊണ്ടാ. തനിക്ക് എന്ത് സാധന വേണ്ടേ? ഈ ലേഡീസിന് പറ്റിയ വല്ല ഐറ്റംസ്. അത് ശരി. ഓ അങ്ങനെ വരട്ടെ. ഇതെന്താണ് പഞ്ഞി ബിസ്ക്കറ്റ്? ഇതെന്താണ്? ഇതല്ല. പിന്നെ തനിക്ക് എന്താ വേണ്ടേ? ഇതെനിക്ക് വേണ്ട. ഇതവിടെ ചെക്ക്. പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാ പറ. മുഖസൗന്ദര്യം. മുഖസൗന്ദര്യം? അല്ല, ഈ മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാൻ 5 കിലോ പൊറോട്ട മാവ്, പൊറോട്ട മാവോ? 2 കിലോ ഉഴുന്നുരിപ്പ്, എന്ത് പരിപ്പാ? 3 കിലോ കടല. താൻ ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യടോ. ചേട്ടൻ 3 എടുത്തോ, വെറുതെ ചൂടാവേണ്ട കാര്യമില്ലല്ലോ. ഇത് മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കും. മുഖത്തിന്റെ ഷേപ്പ് മാറും. യെസ് സർ. ഈ മാലക്ക് എന്താ വില? ഇസ്ക 500 rupees. 500. 3 അല്ല, 1 1 500 rupees. ഇപ്പോഴല്ല 500 രൂപ പറഞ്ഞത്, പിന്നെ 1500 1500 രൂപ പറഞ്ഞെന്താ? എന്നെ കണ്ട യൂറോപ്പിലാണ് തോന്നുമെങ്കിലും ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ജനിച്ചു വന്ന ആളാണ്. ആക്കല്ലേ? No sir, one chain 500 rupees. ആഹാ, 1 chain 500 rupees. Yeah. ഏതാ അത്? This one. പാക്ക് ചെയ്യണ്ട, അവിടെ വെച്ച്. അവിടെ തന്നെ. Sir. അത് അവിടെ തന്നെ വെച്ചേക്ക്. നല്ല ഭംഗിയല്ലേ കാണാൻ? പിന്നെ നീ ഭംഗിയുള്ള സാധനം വേറെ ഏതുണ്ടാവും? നീച്ചേ നീച്ചേ നീച്ചേക്കോ. കർത്താവിന്റെ പൊറോട്ട മാവാണ്. ഇതിന് കിത്തിന് രൂപ? ഇതിനൊക്കെ सब अलग अलग प्राइस है ना साहब. सब अलग अलग प्राइस है. ഒറ്റ ഇലക്കിന് പോവും. ഓ, ये दिलवाले 700 rupees. ഇതിൽ വേറെ 700. Yeah. ഇത് ये दुल्हनिया 800. അപ്പൊ ഇതോ? ലേജായെങ്കിൽ ഷുവർ അല്ലേ? കോൺഫിഡന്റ്? सर ആ, ये ले लो, खूबसूरत है साहब. ലേലം വിളിച്ചതൊക്കെ ഇവിടെ കൊടുത്താൽ മതി, എനിക്ക് വേണ്ട. ചേട്ടാ, ചേട്ടാ, ഇവിടെ. എന്തായി? അയാൾ പറഞ്ഞ മനസ്സിലായ? ഇഞ്ചടെ ഇറക്ക? മനസ്സിലായില്ലല്ലേ? ഇല്ല.
അത് നല്ലതാണ് മേടിച്ചോളാൻ. ആണാ അനിയ കുറച്ച് ഹിന്ദി സംസാരിക്കാൻ അറിയാന്ന് പറഞ്ഞ് ഷൈൻ ചെയ്യല്ലേ? ദേ എനിക്കും കുറച്ച് ഹിന്ദിയൊക്കെ അറിയാം. ഞാനും കുറെ കാലം മദ്രാസിൽ ഉണ്ടായിരുന്നു. അറിവ് കേട്ട മുണ്ടാവും. झुमका ചുമക്കാനാ? അത് പുറകിലേക്കനോട് പറഞ്ഞാൽ മതി. यस सर ഇതിനെത്ര വില? 100 रुपीस सर 100. सर ये देखो अच्छा है സർ ആ പെർഫ്യൂം എടുത്തേ. അത് ലാസ്റ്റ് വൺ. അതെ ഉം. ഞാൻ കണ്ട് എന്ത്? മറ്റേത് സിബിട്ടാണല്ലോ. അതല്ല. അതിൽ വാലെ മാല ഉം. ചേട്ടൻ ഇങ്ങനെ ദുൽഹാനിയായിട്ട് പോക്കറ്റിലേക്ക് ലേജായെങ്കിയത് പേടിക്കണ്ട, ഞാൻ പറയില്ല. അതുപോലൊരു മാല എനിക്കും കൂടി ലേജായെങ്കിൽ. അതുപോലത്തെ ഒരു മാല എന്തിനാ? ഇത് തന്നെ വെച്ചോ, ഞാൻ വേറെ എടുത്തോളാം. പോക്കറ്റ് വെച്ചോ. ആ നീ കാശും തരണ്ട, നന്നായിട്ട് പൊടിച്ചോ. ആ. ഏ, കള്ളൻ, 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 ഓടി വാ. ക്യാ ഹുവാ? കേറാ വാതാ, വെല്ലോടും നോക്കിക്കടാ. ദേ, കാശ് കണ്ടിട്ട് പോ. ആരെ കണ്ടിട്ട് പോ. ദേ, ദേ, നോക്കി, എന്റെ പോക്കറ്റിലൊന്നുമില്ല. അവന്റെ പോക്കറ്റ് നോക്കി. ആ, ഏ, കള്ളൻ. ഏ, ഒരു മിനിറ്റ് നിർത്തേ, ഒരു മിനിറ്റ് നിർത്തേ, ഞാൻ നോക്കുന്നു. ആ, ഇനി നിങ്ങൾ ഏതെടുത്താലും പത്രം, ഏതെടുത്താലും പത്രം. സിസ്റ്റർ, കസിൻ സിസ്റ്റേഴ്സ്, ആർക്ക് വേണമെങ്കിലും ഏതെടുത്താലും. എനിക്ക് കൊടുത്താ ഒന്ന് മതിയാ? ആ, ഏതെടുത്താൽ 20 രൂപ, ഏതെടുത്താൽ 20 രൂപ.